Today, Homies Online invites you to a brand new experience in our home tour. Featuring a special showcase of stylish, budget-friendly furniture perfect for every home. Looking to furnish your home on a budget? At Stories, we offer a wide range of furniture to suit every need, from premium collections to affordable, budget-friendly options. Whether you are after cozy sofas, smart storage, or value for money beds, we've got something for every home and every wallet. Our carefully curated selection combines style, comfort, and durability, ensuring you get the best without overspending. എൻ്റെ പേര് അബ്ദുൽ ഗനി. ഇവിടെ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്നുള്ള ഗ്രാമത്തിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പ്രവാസികളെയും പോലെ തന്നെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട്, സാധാരണ ഒരു വീട്. അപ്പോൾ ഒരു നാട്ടിൻപുറത്തുകാരനായ നോർമലുള്ള പ്രവാസികളെ പോലെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. വീട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ വരക്കുന്നു, ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചു. വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു പോരായിരുന്നു. 2 വർഷത്തിൽ കൂടുതൽ സമയമെടുത്താണ് വീടിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ പൂർത്തിയാക്കിയത്. പിന്നെയാണ് ഒരു ഫിനിഷിങ്ങിൻ്റെ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാനും വീടിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഓരോ വീടുകളുടെ വീഡിയോകൾ, റീൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എൻ്റെ ഉള്ളിലൊരു ഫീൽ തോന്നി, ഇതിപ്പോൾ എൻ്റെതൊരു പഴയ മോഡലിലേക്കാണോ, ഇത് എങ്ങനെ ഒരു മോഡേൺ ഒന്നും ലുക്കൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇതിനൊരു മോഡേൺ എലമെൻറ്റ് ഇതിൽ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ റീൽസൊക്കെ നോക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അതിനിടക്കാണ് നമ്മളിങ്ങനെ സ്റ്റോറീസ്, പല വീഡിയോക്കിടയിൽ സ്റ്റോറീസിൻ്റെ ഒന്നുകൂടി അട്രാക്ഷൻ തോന്നി. നമ്പർ എടുത്തു, കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് പിന്നെ അവരുടെ ഡിസൈൻ ടീം നമ്മളെ കോൺടാക്ട് ചെയ്തു. എന്നാലും എനിക്കൊരു ഉള്ളിൽ പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ കാണാതെ ഈ ഫർണിച്ചറും കട്ടിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു, ഈവൻ അതിൽ ഏറ്റവും വലിയ രസം തോന്നിയത് എൻ്റെ പെയിന്റിങ് അവരെന്നെ സജസ്റ്റ് ചെയ്തു. നിങ്ങൾ ഈ പെയിന്റ് വെച്ചാൽ നമുക്ക് ഇന്ന രീതിയിൽ ഫർണിച്ചർ രസമാവും. അതിൻ്റെ ഏറെ വലുത് എനിക്ക് തോന്നിയത് വീടിൻ്റെ പിന്നെ നമ്മുടെ സ്പേസ് ചെറിയ വീടാണ്. ഒരു സ്റ്റോറീസിൽ നമ്മൾ കാണുന്ന ഫർണിച്ചറൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ സംഭവം അവരുടെ കസ്റ്റമറൊക്കെ പ്രീമിയം കസ്റ്റമറൊക്കെ ആകുമ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ആ ഫർണിച്ചർ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാൻ വരെ സ്ഥലം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത്തരം പേടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ടീം പലതവണ വിസിറ്റ് ചെയ്തു. ഹൗസ് വാമിങ്ങിൻ്റെ 2 ദിവസം മുമ്പ് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബ്ലാങ്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ തൊട്ട് തലേ ദിവസം ഫർണിച്ചർ വന്ന് ഇറങ്ങി അവരുടെ ടീം തന്നെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എന്തൊരു സന്തോഷം തോന്നി. ഒരു ഫർണിച്ചറിന് വീടിനെ എത്രത്തോളം മനോഹരാക്കാൻ പറ്റും, ഏത് പഴയ മോഡലിനെയും മോഡേൺ ഫർണിച്ചർ, അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു പരിമിതി ഉണ്ടല്ലോ, ഒരു ലക്ഷം. കാരണം ഒരു സാധാരണ പ്രവാസി എന്ന നിലയ്ക്ക് നമുക്കൊരു ഹൈ ലെവല് ഇതിൻ്റെ എമൗണ്ട് ആയാലും അതിൽ നിന്നുകൊണ്ട് എങ്ങനെ മനോഹരാക്കാം എന്നുള്ളത് ഒരു പുതിയ സ്റ്റോറീസ് നമുക്കിവിടെ എനിക്ക് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവുക ഉപ്പാക്ക് തന്നെ ആയിരിക്കും. വീട് പണി തുടങ്ങിയത് ഒരു 5 വർഷം മുമ്പ് തന്നെയാണ്. പിന്നെ ഓരോ പണികളും ഇങ്ങനെ ഘട്ടമായി ഇങ്ങനെ തീരും, അതങ്ങനെ പൂർത്തിയാവും. പിന്നെ എനിക്ക് ടെൻഷനായിരുന്നു, ഇതെന്താവും, എവിടെ എത്തി. അപ്പോൾ ഞാൻ ചോദിക്കും എവിടെ ഫർണിച്ചറിൻ്റെ ആൾ, അത് വരുമെന്ന് പറയും. പക്ഷേ അപ്പോഴും എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ വീട് കുടിരിക്കലൊക്കെ തീരുമാനിച്ച് തലേ ദിവസം രാത്രിയാണ് ഈ വണ്ടി വരുന്നത്. എൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹം പിന്നെ കിച്ചൺ ഏറ്റവും ബെറ്റർ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് കുറേ പറഞ്ഞു ഇങ്ങനെ പിന്നെ എങ്ങനെയായിരിക്കും കിച്ചൺ, എനിക്ക് കാരണം ഫോട്ടോസ് കണ്ടും കാണിച്ചു തന്നില്ല. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എങ്ങനെയായിരിക്കും കിച്ചൺ ഉള്ളതെന്നൊക്കെ. അപ്പോൾ എന്നോട് പറയും പേടിക്കണ്ട, അത് സ്റ്റോറീസ് നമുക്ക് ഏറ്റവും അടിപൊളിയായി ചെയ്തു തരുമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാരണം നമ്മൾ ഇവിടെ ഇല്ലല്ലോ, പുറത്തല്ലേ. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൽ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, ഇനിയിപ്പോൾ അതിൻ്റെ ഫാബ്രിക്കോ എന്തെങ്കിലും കാണാൻ ഞാൻ ഷോറൂമിൽ വരേണ്ടതുണ്ടോ. പക്ഷെ അപ്പോഴൊക്കെ അവർ വരുന്നൊരു വാക്കുണ്ട്, സർ യു ട്രസ്റ്റ് ഓൺ അസ്. അപ്പോൾ ഞാനും തന്നെ അതിൽ തവക്കുലാക്കി.
അവരെ പിന്നെ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ഉപ്പുണ്ട്, അവിടെ അവരെ ഏൽപ്പിച്ചു. പക്ഷെ അവരുടെ ആ ട്രസ്റ്റ് ഓൺ അസ് എന്നുള്ള വേർഡ് അക്ഷരാർത്ഥത്തിൽ അവരത് നമ്മളെ പിന്നെ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് അവരുടെ ഈ ഒരു ഫിനിഷിങ്ങിലൂടെ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. സ്റ്റോറീസ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ ഫർണിച്ചറിനെ കൊണ്ട് എങ്ങനെ മനോഹരാക്കാം എന്നുള്ളൊരു സ്റ്റോറീസ് നമുക്ക് കാണിച്ചു തന്നു. To take the experience even further, we are excited to announce our exclusive furniture tourism program, a unique opportunity for our clients to visit furniture hubs around the world, including Turkey, Indonesia, Malaysia, the UK, and more. This initiative helps our customers explore global furniture designs, understand craftsmanship firsthand, and make more informed choices for their spaces. Great style, global inspiration, and low prices, all at Stories.